ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVSലെ പരിസര പഠനത്തിലെ 4ാമത്തെ പാഠമായ ദ പവർ ഓഫ് ക്ലീനിനെസ് എന്ന പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാ ആക്ടിവിറ്റീസും എല്ലാ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 4ാമത്തെ പാഠത്തിൻ്റെ പേരാണ് ദ പവർ ഓഫ് ക്ലീനിനെസ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഡോക്ടറിനെയും കുറച്ച് കുട്ടികളെയും എല്ലാം കാണാമല്ലേ. അപ്പോൾ നമുക്ക് ആ ഡോക്ടർ എന്താണ് പറയുന്നതെന്ന് നോക്കാം. You have understood that cleanliness is important of a healthy life. Haven't you? Please ask if you have any doubt. അപ്പോൾ ഡോക്ടർ എന്താണ് പറയുന്നത്? ക്ലീനിനെസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു ഹെൽത്തി ലൈഫിനെ എന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഡോക്ടർ അവരോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാനാണ് പറയുന്നത്. അടുത്തത് നോക്കാം. ദ ഡോക്ടർ ഹാൻഡിൽഡ് എ ക്ലാസ് ഓൺ പേഴ്സണൽ ഹൈജീൻ ഫോർ ദ സ്റ്റുഡൻസ്. ഒരു ഡോക്ടർ ഒരു ക്ലാസ് പേഴ്സണൽ ഹൈജീനെ കുറിച്ചിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ വ്യക്തി ശുചിത്വം. ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ ദ സ്കൂൾ പാർലമെൻറ്റ് ഓർഗനൈസ് ചെയ്തതാണ് ആ ഒരു പ്രോഗ്രാം. ദ ചിൽഡ്രൻ ആസ്ക്ഡ് മെനി ഡൗട്ട്സ്. ചിൽഡ്രന് ഡോക്ടറോട് കുറേ ഡൗട്ട്സ് ചോദിച്ചു. ദ ഡോക്ടർ ക്ലിയർഡ് ഓൾ ദെയർ ഡൗട്ട്സ്. ഡോക്ടർ അവരുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് കൊടുത്തു. ലെറ്റ് us റീഡ് വാട്ട് അലൻ റോട്ട് ഇൻ ഹിസ് നോട്ട്ബുക്ക് ആഫ്റ്റർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ക്ലാസ്. ഈ ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റിംഗ് ചെയ്തതിന് ശേഷം അലൻ എന്ന് പറയുന്ന ഒരു കുട്ടി എന്താണ് അവൻ്റെ നോട്ടിൽ എഴുതിയത് എന്ന് നമുക്ക് നോക്കാം. There are chances that our hands go dirty while we play or do other activities. അപ്പോൾ നമ്മളുടെ ഹാൻഡ്സ് ഡേർട്ടി ആവാനുള്ള സാധ്യതയുണ്ട് എപ്പോഴൊക്കെ നമ്മൾ കളിക്കാൻ പോകുമ്പോഴും അതേപോലെ മറ്റുള്ള ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമൊക്കെ നമ്മുടെ കൈകൾ നന്നായി ഡേർട്ടി ആവാനുള്ള ചാൻസ് ഉണ്ട്. ജേംസ് വിൽ ബി ഡിസ്ട്രോയിഡ് വെൻ വി വാഷ് അവർ ഹാൻഡ്സ് വിത്ത് സോപ്പ്. നമ്മളെപ്പോഴാണോ നമ്മളുടെ ഹാൻഡ്സൊക്കെ സോപ്പ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നത് ആ ടൈമിൽ ജേംസ് എല്ലാം ഡിസ്ട്രോയ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ അലൻ എഴുതിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളൊക്കെ ഇങ്ങനെ കളിച്ചിട്ട് പുറത്ത് പോയി കളിച്ചിട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ അമ്മമാർ നമ്മളോട് പറയാറുണ്ട് കൈ വാഷ് ചെയ്തിട്ട് വായോ എന്ന്. അപ്പോൾ നമ്മുടെ കയ്യിലെ ജേംസൊക്കെ ഡിസ്ട്രോയ് ആവാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമുക്കൊരു കുട്ടിയെയും അമ്മയെയും കാണാം. അവരെന്താണ് പറയുന്നത്? യു ജസ്റ്റ് കെയിം ഫ്രം ദ സ്കൂൾ, ഗോ ആൻഡ് വാഷ് യുവർ ഹാൻഡ്സ് ആൻഡ് ഫേസ് വിത്ത് സോപ്പ്. അപ്പോൾ നീ സ്കൂളിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ, അപ്പോൾ നീ വേഗം പോയിട്ട് നിൻ്റെ ഹാൻഡ്സും അതേപോലെ ഫേസും എല്ലാം സോപ്പ് യൂസ് ചെയ്തിട്ട് കഴുകി വരൂ എന്നാണ് അവിടെ അമ്മ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നത്. അടുത്തത് അവിടെ ഒരു കുട്ടി ടോയ്ലറ്റിലാണല്ലോ. അപ്പോൾ അതെന്താ ചെയ്യുന്നത്? വൈ ഡസ് ദ ടീച്ചർ ടെൽ us ടു വാഷ് അവർ ഹാൻഡ്സ് വിത്ത് സോപ്പ് ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ്. ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം എന്തിനാണ് കൈ സോപ്പിട്ട് കഴുകുന്നത് എന്ന് ടീച്ചർ പറഞ്ഞത് എന്നാണ് ആ കുട്ടി ചിന്തിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ. ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷം നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടാവാം, ഒന്നെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ ടീച്ചറോട്ടം ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷം ഹാൻഡ്സ് നന്നായി വാഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും എന്തിനായിരിക്കും അവരിന്നോട് ഇങ്ങനെ പറഞ്ഞത് എന്ന് ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ കൂട്ടുകാർ. ഹാവ് യു സീ ദ പിക്ചേഴ്സ്? നിങ്ങൾ ഈ പിക്ചേഴ്സ് കണ്ടോ? ഓൺ വാട്ട് ഒക്കേഷൻ ഷുഡ് വി വാഷ് ആൻഡ് ക്ലീൻ അവർ ഹാൻഡ്സ് വിത്ത് സോപ്പ്? എന്തൊക്കെ ഒക്കേഷൻസിലാണ് നമ്മളെ സോപ്പ് യൂസ് ചെയ്തിട്ട് കൈകൾ കഴുകേണ്ടത്, ക്ലീൻ ചെയ്യേണ്ടത് എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ഒക്കേഷൻസിലാണ്? നമുക്ക് അവിടെ 4 തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ബിഫോർ ഈറ്റിംഗ് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ കഴുകണം. ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ് കഴിച്ചതിന് ശേഷം. ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം. ആഫ്റ്റർ ട്രാവലിംഗ്, ഒരു സ്ഥലത്ത് നമ്മൾ പോയി വന്നതിന് ശേഷം. ഇനി നമ്മളോട് അവിടെ ഏതൊക്കെ ഒക്കേഷൻസിലാണ് എന്ന് എഴുതി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ കുറച്ചെണ്ണം. അപ്പോൾ നമുക്കതൊന്ന് എഴുതി ചേർത്താലോ? നമുക്ക് നോക്കാം അല്ലേ. എപ്പോഴൊക്കെയാണ്? ബിഫോർ ആൻഡ് ആഫ്റ്റർ പ്രിപ്പയറിങ് ഫുഡ്. ഫുഡ് ഉണ്ടാക്കുന്നതിന് മുന്നേയും ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷവും നമ്മൾ നന്നായി കഴുകണം. ആഫ്റ്റർ ബ്ലോവിങ് യുവർ നോസ്, കഫിങ് ഓർ സ്നീസിങ്. ചുമച്ചതിന് ശേഷമോ തുമ്മിയതിന് ശേഷം, അതേപോലെ തന്നെ നമ്മൾ നോസ് ബ്ലോവിങ് ചെയ്തതിന് ശേഷം. അടുത്തത് ആഫ്റ്റർ ടച്ചിങ് ആനിമൽസ് ഓർ ദെയർ വേസ്റ്റ്. ആനിമൽസിനെയോ അവരുടെ വേസ്റ്റിനെയോ തൊട്ടാൽ നമ്മൾ കൈ നന്നായി കഴുകണം. ആഫ്റ്റർ ബീയിങ് ഇൻ കോണ്ടാക്ട് വിത്ത് സംവൺ ഹൂസ് സിക്ക്. ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവരായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് കൈ കഴുകണം. അടുത്തത് ആഫ്റ്റർ ടച്ചിങ് ഗാർബേജ് ഓർ എനിത്തിങ്. ഗാർബേജോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ തൊട്ടതിന് ശേഷം. ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രീറ്റിംഗ് വൂൺസ്. മുറിവ് നമ്മൾ ട്രീറ്റ് ചെയ്തതിന് ശേഷം. ചെയ്യുന്നതിന് മുന്നേയും ചെയ്യണം, ചെയ്തതിന് ശേഷവും ചെയ്യണം. ആഫ്റ്റർ ഹാൻഡ്ലിങ് കെമിക്കൽസ് ഓർ ക്ലീനിങ് പ്രോഡക്ട്സോ അല്ലെങ്കിൽ കെമിക്കൽസോ നമ്മൾ ഹാൻഡ്ലിങ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒക്കേഷൻസിലൊക്കെയാണ് നമ്മൾ കൈ നന്നായി വാഷ് ചെയ്യേണ്ടത്. ക്ലീൻ ഹാൻഡ്സ്.
അടുത്ത ഹെഡിങ് ആണ് ഫ്രണ്ട്സ് ആർ യുവർ ഹാൻഡ്സ് ക്ലീൻ. ഫ്രണ്ട്സ് നിങ്ങളുടെ ഹാൻഡ്സ് എല്ലാം ക്ലീൻ ആണോ എന്ന് ചോദിക്കുകയാണ്. അവിടെ 2 കുട്ടികളെ നമുക്ക് കാണാം അല്ലേ. ഷാൽ വി ചെക്ക്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ടേക്ക് എ ബക്കറ്റ് ഓഫ് വാട്ടർ, ഒരു ബക്കറ്റ് ഓഫ് വാട്ടർ എടുക്കുക. ടേക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഫ്രം ഇറ്റ് ആൻഡ് കീപ് ഇറ്റ് ഓൺ ദ ടേബിൾ. നമ്മളൊരു ഗ്ലാസ് വാട്ടർ എടുത്തിട്ട് അതൊരു ടേബിൾമേ വെക്കുക. ആഫ്റ്റർ എവറി വൺ ഹാസ് വാഷ്ഡ്, എല്ലാവരും വാഷ് ചെയ്തതിന് ശേഷം ടേക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഫ്രം ദ ഹാൻഡ് വാഷിംഗ് ബക്കറ്റ്, ബക്കറ്റിൽ നമ്മൾ വാഷ് ചെയ്ത വാട്ടറിൽ നിന്ന് കുറച്ചെടുക്കുക. ആൻഡ് പ്ലേസ് ഇറ്റ് നിയർ ദ അതർ ഗ്ലാസ് ഓഫ് വാട്ടർ ഓൾറെഡി കെപ്റ്റ് ദെയർ, അവിടെ നമ്മൾ ടേബിൾമേ വെച്ച ഗ്ലാസ്സിൽ വാട്ടർ ഉള്ളതിൻ്റെ ഒപ്പം നമ്മൾ ഈ വാട്ടറും കൂടെ വെക്കുക. കമ്പയർ ദ വാട്ടർ ഇൻ ബോത്ത് ഗ്ലാസസ്, നമ്മൾ 2 വാട്ടറും കൂടെ കമ്പയർ ചെയ്യുക. വാട്ട് ഈസ് യുവർ ഫൈൻഡിങ്, എന്താണ് നിങ്ങൾ കണ്ടുപിടിച്ചത് അതിൽ നിന്ന്. ഹൗ ഡു യു വാഷ് യുവർ ഹാൻഡ്സ് നൗ, എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഹാൻഡ്സ് വാഷ് ചെയ്യുന്നത്. ഹൗ ഷുഡ് യു വാഷ് യുവർ ഹാൻഡ്സ് ടു മേക്ക് ദം ക്ലീൻ, എങ്ങനെയാണ് നമ്മൾ ക്ലീനാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡ്സ് വാഷ് ചെയ്യുന്നത്. ഒബ്സർവ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഹാൻഡ് വാഷിംഗ് ഇല്ലുസ്ട്രേറ്റഡ് ഇൻ ദ പിക്ചർ. താഴെ നമുക്ക് പിക്ചറോട് കൂടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യേണ്ടത് എന്ന സ്റ്റെപ്സ് ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കാം നമുക്ക്. നമുക്കൊരു 6 സ്റ്റെപ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. വെറ്റ് ഹാൻഡ്സ് ആൻഡ് അപ്ലൈ ദ സോപ്പ്, നമ്മളോട് കൈ കഴുകിയിട്ട് അതിൽ സോപ്പ് അപ്ലൈ ചെയ്യാൻ പറയുകയാണ് ഹാൻഡ്സിൽ. രണ്ടാമത്തേത് റബ്ബ് പാംസ് ടുഗെദർ ആൻഡ് ക്ലീൻ ദം, നമ്മളോട് പാംസ് നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്യാനാണ് പറയുന്നത്. അടുത്തത് മൂന്നാമത്തേത് ക്ലീൻ ബാക്ക് ഓഫ് യുവർ ഹാൻഡ്സ് ആൻഡ് ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ്, നമ്മുടെ ഹാൻഡ്സിൻ്റെ ബാക്കും അതേപോലെ ഫിംഗേഴ്സിൻ്റെ ഇടയിലുള്ള സ്ഥലമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറയുന്നുണ്ട്. നാലാമത്തെ സ്റ്റെപ്പ് റബ് ദ നെയിൽസ് ആൻഡ് ദ ഫിംഗർ ടിപ്സ് ഓൺ ദ പാം ടു ക്ലീൻ ദം, നമ്മുടെ ഹാൻഡ്സിൻ്റെ പാമിൻ്റെ മേലെയുള്ള ഫിംഗർ ടിപ്സും അതേപോലെ നെയിൽസും എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറയുന്നുണ്ട്. അടുത്തത് അഞ്ചാമത്തേത് ക്ലീൻ ദ ഫിംഗേഴ്സ് ആൻഡ് റിസ്റ്റ് ബൈ റബ്ബിംഗ് ദം ഇൻ എ സർക്കുലർ വേ യൂസിങ് ദ അതർ ഹാൻഡ്, നമ്മുടെ ഒരു കൈയുടെ റിസ്റ്റും അതേപോലെ ഫിംഗേഴ്സും എല്ലാം റബ്ബ് ചെയ്തിട്ട് ഒരു സർക്കുലർ വേയിൽ അടുത്ത കൈയിനായിട്ട് ഒന്ന് റബ്ബ് ചെയ്യാൻ പറയുന്നുണ്ട്. അടുത്തത് ആറാമത്തേത് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി ഇൻ പ്യുവർ വാട്ടർ ആൻഡ് വൈപ്പ് ദം വിത്ത് ക്ലീൻ ക്ലോത്ത്. പ്യുവർ വാട്ടറിൽ നമ്മുടെ ഹാൻഡ്സ് നന്നായിട്ട് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാനും അതേപോലെ അതൊരു ക്ലീൻ ക്ലോത്ത് ആയിട്ട് വൈപ്പ് ചെയ്ത് കളയാനും പറയുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മളെ ഹാൻഡ്സ് വാഷ് ചെയ്യേണ്ടത്. ഇതാണ് ഹൈജീനിക്കായിട്ട് നമ്മളെ ഹാൻഡ്സ് വാഷ് ചെയ്യേണ്ട മെത്തേഡ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ്. അടുത്തത് നോക്കാം. അവിടെ ഒരു കുട്ടിയെ കൊടുത്തിട്ടുണ്ടല്ലേ. ആ കുട്ടി എന്താണ് പറയുന്നത്? സി മൈ ഹാൻഡ്സ് ആർ ക്ലീൻ, ഐ ഹാവ് ട്രിമ്മഡ് ആൻഡ് ക്ലീനഡ് മൈ നെയിൽസ്. ആ കുട്ടി പറയാണ് എൻ്റെ ഹാൻഡ്സ് എല്ലാം ഞാൻ ക്ലീൻ ചെയ്തു, അതേപോലെ ഞാൻ എൻ്റെ നെയിൽസ് എല്ലാം വെട്ടി ട്രിം ചെയ്തിട്ട് അതേപോലെ ക്ലീൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്. യു ഷുഡ് ട്രിം ആൻഡ് ക്ലീൻ ദ നെയിൽസ് ടു മേക്ക് യുവർ ഹാൻഡ് പെർഫെക്റ്റ്ലി ടൈഡി. നമ്മുടെ ഹാൻഡ് പെർഫെക്റ്റ്ലി ടൈഡി ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നെയിൽസൊക്കെ നമ്മൾ ട്രിം ചെയ്ത് ക്ലീൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അതർവൈസ് ദ ഡർട്ട് ദാറ്റ് പൈൽഡ് അപ്പ് അണ്ടർ ദ നെയിൽസ് വിൽ റീച്ച് യുവർ സ്റ്റൊമക്ക് വിത്ത് ഫുഡ്. അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ നെയിൽസിൻ്റെ അടിയിലിരിക്കുന്ന പൈൽ ചെയ്തിരിക്കുന്ന ചെളികളെല്ലാം നമ്മളുടെ സ്റ്റൊമക്കിലേക്ക് എത്തും ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്നാണ് പറയുന്നത്. അലൻ ഹാസ് റിട്ടൺ ഡൗൺ ദാറ്റ് ഐഡിയാസ് ദാറ്റ് ദ ഡോക്ടർ ഗേവ് ഹിസ് ഫെല്ലോ സ്റ്റുഡൻസ്. ലെറ്റ് us റീഡ്. ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഫെല്ലോ സ്റ്റുഡൻസിന് കൊടുത്ത കുറച്ച് ഐഡിയാസ് അലൻ അവിടെ എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഡു നോട്ട് വിയർ ഡേർട്ടി ഓർ വെറ്റ് ക്ലോത്ത്സ്, ജേംസ് വിൽ ഗ്രോ ഇൻ ദം, യു വിൽ ക്യാച്ച് ഡിസീസസ് ലൈക്ക് സ്കാബീസ് ആൻഡ് റാഷ്. ഡോക്ടർ എന്ത് ഐഡിയ ആണ് ഇവിടെ കൊടുത്തത്? പറയാണ് ഡേർട്ടി ക്ലോത്ത്സും അതേപോലെ നനഞ്ഞ തുണികളൊന്നും ധരിക്കരുത്, ജേംസ് അതിൽ നിന്ന് ഉണ്ടാവും, അത് നമുക്ക് ഡിസീസസ് നൽകും. എന്ത് ഡിസീസസ് ആണ്? സ്കാബീസ് ആൻഡ് റാഷ് എന്ന് പറയുന്ന പോലത്തെ ഡിസീസസ് ഒക്കെ നമുക്ക് നൽകും. അതുകൊണ്ട് ഡേർട്ടി ആയിട്ടുള്ളതും അതേപോലെ വെറ്റായിട്ടുള്ള ക്ലോത്ത്സ് ഒന്നും ഇടരുതെന്ന് പറയുന്നുണ്ട്. യു ഷുഡ് ബ്രഷ് ആൻഡ് ക്ലീൻ യുവർ ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് ആഫ്റ്റർ ഡിന്നർ, ദ ടീത്ത് വിൽ ഗെറ്റ് ഡാമേജ്ഡ് അതർവൈസ്. രാവിലെയും അതേപോലെ ഡിന്നർ കഴിച്ചതിന് ശേഷവും നമ്മളോട് ക്ലീൻ ചെയ്യാൻ പറയുന്നുണ്ട് നമ്മളെ പല്ലുകൾ. കാരണം അത് ക്ലീൻ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഡാമേജ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഐഡിയാസാണ് ഡോക്ടർ നൽകിയത്. കൂട്ടുകാർ രാവിലെയും ഡിന്നർ കഴിച്ചതിന് ശേഷവും നിങ്ങളുടെ പല്ലുകൾ ക്ലീൻ ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ കൂട്ടുകാർ ക്ലീൻ ചെയ്തിട്ട് വേണേ രാത്രി ഡിന്നറിന് ശേഷം എല്ലാം കെടുക്കാൻ. അടുത്തത് വൈ ഷുഡ് വി വിയർ മാസ്ക്, എന്തിനാണ് നമ്മൾ മാസ്ക് ധരിക്കുന്നത്? അലൻ ഫോർഗോട്ട് ടു റൈറ്റ് ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ, ക്യാൻ യു ഹെൽപ്പ് ഹിം? അലന് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നമ്മളോട് അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അവനൊന്ന് ഹെൽപ്പ് ചെയ്ത് നോക്കിയാലോ? എന്തിനാണ് കൂട്ടുകാർ മാസ്ക് ധരിക്കുന്നത്? കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്തിനാണ് മാസ്ക് ധരിക്കുന്നത് എന്ന്. കോവിഡിൻ്റെ ടൈമിലൊക്കെ നമ്മൾ മാസ്ക് ധരിച്ചിരുന്നു അല്ലേ? അപ്പോൾ അതെന്തിനായിരുന്നു?
ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് എയർബോൺ ഡിസീസസ് സച്ച് ആസ് കോൾഡ്സ് ആൻഡ് കൊറോണ ടു അതേഴ്സ്. അപ്പോൾ എയർബോൺ ഡിസീസസ് എന്ന് പറഞ്ഞാൽ കാറ്റിലൂടെ പടരുന്ന ഡിസീസസ് ആണ്. അങ്ങനെയുള്ള ഡിസീസസിനെ പ്രിവെൻറ്റ് ചെയ്യാനും അത് സ്പ്രെഡ് ചെയ്യുന്നതിന് പ്രിവെൻറ്റ് ചെയ്യാനും അങ്ങനെയുള്ള ഡിസീസസിൻ്റെ പേരാണ് കോൾഡ്സ്, അതേപോലെ പനി, കൊറോണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാസ്ക് ധരിക്കാം. അതുപോലെ ടു പ്രിവെൻറ്റ് അസ് ഫ്രം ക്യാച്ച് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഫ്രം അതേഴ്സ്. അതേപോലെ ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഡിസീസസ് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് പടരാതിരിക്കാനും നമുക്ക് അതിനെ തടയാൻ വേണ്ടിയിട്ട് മാസ്ക് ധരിക്കാം. ടു റെഡ്യൂസ് ഇൻഹാലേഷൻ ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് നിന്നുള്ള ഇൻഹാലേഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഷീൽഡ്സ് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഇൻഡിവിജ്വൽസിൽ നിന്നുള്ള ഒരു ഷീൽഡ്സ് ആണ്. അതായത് ക്യാൻസർ പേഷ്യൻസ്, അതേപോലെ HIV, എയ്ഡ്സ് ഒക്കെ ഉള്ള പേഷ്യൻസിൽ നിന്നുള്ള ഒരു ഷീൽഡ്സ് ആണ്. അതേപോലെ റെഡ്യൂസ് അലർജി സിംറ്റംസ് റെഡ്യൂസ് ചെയ്യാൻ. പ്രൊട്ടക്ട്സ് എഗെയിൻസ്റ്റ് സ്മോക്ക് ആൻഡ് പൊല്യൂഷൻ, പുക അതേപോലെ പൊല്യൂഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്ക് ധരിക്കുന്നത്. അടുത്തത് ക്ലീൻ ടീത്ത്. എങ്ങനെയാണ് നമ്മളെ പല്ലിനെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലീനിങ് യുവർ ടീത്ത്, ഡോണ്ട് യു? നമ്മുടെ ടീത്ത് ക്ലീൻ ചെയ്യുന്നതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നാണ് ചോദിക്കുന്നത്. ഡു വി ബ്രഷ് അവർ ടീത്ത് പ്രോപ്പർലി? നമ്മുടെ ടീത്തൊക്കെ പ്രോപ്പറായിട്ടാണോ ബ്രഷ് ചെയ്യുന്നത്? ഒബ്സർവ് ദ പിക്ചേഴ്സ്. ഈ പിക്ചേഴ്സ് നമ്മളോട് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പിക്ചർ എന്താണ്? ഹോൾഡ് ദ ബ്രഷ് സ്ലാൻഡഡ് ആയിട്ട് നമ്മുടെ ബ്രഷ് ഹോൾഡ് ചെയ്യണം. ചരിച്ചുകൊണ്ട് വേണം നമ്മൾ ബ്രഷ് പിടിക്കാനായിട്ട്. ബ്രഷ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്സും ഫോർവേഡും ബ്രഷ് ചെയ്യാം. ബ്രഷ് ദ അപ്പർ ടീത്ത് ഫ്രം ടോപ്പ് ടു ബോട്ടം ആൻഡ് ദ ലോവർ ടീത്ത് ഫ്രം ബോട്ടം ടു ടോപ്പ്. അപ്പർ ടീത്തിനെ നമ്മൾ എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത്? ടോപ്പ് ടു ബോട്ടം എന്ന രീതിക്കാണല്ലേ. അതുപോലെ തന്നെ ലോവർ ടീത്തിനെ നമ്മൾ ബോട്ടം ടു ടോപ്പ് എന്ന പോലെയാണ് ബ്രഷ് ചെയ്യേണ്ടത്. അടുത്തത് ബ്രഷ് ദ സർഫസ് ഓഫ് ദ ടീത്ത് യൂസ്ഡ് ഫോർ ചീവിങ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്സ് പ്രോപ്പർലി. നമ്മൾ ചവയ്ക്കാൻ യൂസ് ചെയ്യുന്ന പല്ലിൻ്റെ പതലങ്ങൾ, അതായത് സർഫസുകൾ നമ്മൾ നന്നായിട്ട് ഫോർവേഡും ബാക്ക്വേർഡും നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ബ്രഷ് ദ ഇന്നർ സൈഡ് ഓഫ് ടീത്ത്. നമ്മുടെ ടീത്തിൻ്റെ ഉൾവശം നമ്മൾ നന്നായി ബ്രഷ് ചെയ്യണം. അടുത്തത് ലാസ്റ്റത്തെ എന്താണ്? ക്ലീൻ ദ ടങ് വിത്ത് ദ ബ്രഷ്. ടങ്കും അതായത് നാവും നമ്മൾ ബ്രഷ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ ടീത്തിനെ ക്ലീൻ ചെയ്യേണ്ടത്. അടുത്തത് പ്രസൻറ്റ് ദ എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ക്ലീനിങ് ടീത്ത് ഇൻ ദ ക്ലാസ്. നമ്മളോട് ഈ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ ടീത്ത് ക്ലീൻ ചെയ്യേണ്ടത് എന്ന ഈ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. അടുത്തതാണ് ക്ലീൻ ബോഡി, വൃത്തിയുള്ള ശരീരം. ബാത്തിങ് ഈസ് എസെൻഷ്യൽ ടു ക്ലീൻ അവർ ബോഡി. നമ്മൾ ബാത്തിങ് ചെയ്യുന്നത് നമ്മളുടെ ബോഡിക്ക് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, ബോഡിയെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യാൻ യു പ്രസൻറ്റ് ദ വേ യു ബാത്ത് യൂസിങ് ആക്ഷൻസ്? നമ്മുടെ ആക്ഷൻസിലൂടെ നമ്മൾ എങ്ങനെയാണ് ബാത്ത് ചെയ്യുന്നത് എന്നൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഷുഡ് വി കീപ്പ് ഇൻ മൈൻഡ് വെൻ വി ടേക്ക് എ ബാത്ത്? എന്തൊക്കെ നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്യണം? നമ്മളൊരു കുളിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കുളിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കുറച്ചെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റത്തേത് ടേക്ക് എ ബാത്ത് ഡെയിലി എന്നും നമ്മളോട് ബാത്ത് ചെയ്യാൻ പറയുന്നുണ്ട്. വാഷ് ആൻഡ് ക്ലീൻ ബോഡി പാർട്സ് പ്രോപ്പർലി വിത്ത് സോപ്പ്. നമ്മുടെ ബോഡി പാർട്സ് എല്ലാം നമ്മൾ വാഷ് ചെയ്യുകയും ക്ലീൻ ചെയ്യുകയും ചെയ്യണം. നമ്മൾ പ്രോപ്പറായിട്ട് സോപ്പ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അടുത്തതൊരു 4 നോക്കാം. ഡു നോട്ട് ബാത്ത് ഇൻ ഡേർട്ടി വാട്ടർ. വൃത്തിയില്ലാത്ത വെള്ളത്തിൽ കുളിക്കാൻ പാടില്ല. അടുത്തത് യൂസ് എ ഡ്രൈ ആൻഡ് ക്ലീൻ ടവൽ ടു ഡ്രൈ യുവർ ബോഡി. നമ്മുടെ ബോഡി ഉണക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടവൽ യൂസ് ചെയ്യുക. ഡു നോട്ട് യൂസ് അതേഴ്സ് ടവൽ. മറ്റുള്ളവരുടെ ടവൽ യൂസ് ചെയ്യാണ്ടിരിക്കുക. വാഷ് ആൻഡ് ഡ്രൈ ദ ടവൽ ആഫ്റ്റർ യൂസ്. നമ്മുടെ യൂസിന് ശേഷം നമ്മൾ യൂസ് ചെയ്ത ടവൽ നന്നായി ഡ്രൈ ചെയ്യുക, അതേപോലെ ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കുളിക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ടത്. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ പ്രോപ്പർ വേസ് ഓഫ് വാഷിംഗ് ഹാൻഡ്സ്, ബ്രഷിംഗ് ടീത്ത് ആൻഡ് ബാത്തിങ്? അപ്പം നമ്മളോട് ചോദിക്കുകയാണ് നമുക്ക് ഹാൻഡ്സ് വാഷ് ചെയ്യാനും അതേപോലെ ബ്രഷ് ചെയ്യാനും അതേപോലെ ബാത്തിങ് ചെയ്യാനുമുള്ള പ്രോപ്പർ വേസ് മനസ്സിലായോ എന്നുള്ളത്. പ്ലീസ് ഡിസ്കസ് വാട്ട് യു ഹാവ് അണ്ടർസ്റ്റുഡ് അബൌട്ട് പേഴ്സണൽ ഹൈജീൻ വിത്ത് ഫാമിലി മെമ്പേഴ്സ്. പേഴ്സണൽ ഹൈജീൻ അല്ലെങ്കിൽ വ്യക്തി ശുചിത്വത്തെക്കുറിച്ച് നമുക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ളത് നമ്മളെ ഫാമിലി മെമ്പേഴ്സുമായി ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. ലാക്ക് ഓഫ് പേഴ്സണൽ ഹൈജീൻ ഈസ് ദ റീസൺ ഫോർ മെനി ഡിസീസസ്. നമ്മളെ പേഴ്സണൽ ഹൈജീൻ്റെ ലാക്കാണ് ഒരുപാട് ഡിസീസസിനുള്ള റീസൺ എന്ന് പറയുന്നുണ്ട്. ഡൈസെൻറ്ററി, കോൾഡ്, സ്കാബീസ്, റാഷ് എക്സെട്ര ആർ സം ഓഫ് ദീസ് ഡിസീസസ്. അപ്പോൾ ഡൈസെൻറ്ററി, കോൾഡ്, സ്കാബീസ്, റാഷ് എന്ന് പറയുന്ന കുറേ ഡിസീസസ് അതിനുള്ള എക്സാമ്പിളാണ്.
വി ക്യാൻ കീപ് മെനി ഡിസീസസ് എവേ ഇഫ് വി മെയിൻറ്റെയിൻ ഹൈജീൻ. നമ്മൾ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡിസീസസ് നമുക്ക് തരണം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഡിസീസസ് എവേ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മളുടെ ഡിസീസസിനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്? ലാക്ക് ഓഫ് പേഴ്സണൽ ഹൈജീൻ ആണ് ഡിസീസസിനുള്ള ഒരു മെയിൻ റീസൺ. അപ്പോൾ ഈ പാഠത്തിൻ്റെ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പാഠത്തിൻ്റെ അടുത്ത ഭാഗങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്, പാർട്ട് 2 വീഡിയോയിൽ. അപ്പോൾ അത് നമ്മളെ ചാനലിൽ തന്നെ വൈകാതെ ഇടുന്നതാണ്. അപ്പോൾ അത് എല്ലാവരും പോയി ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങളുടെ 3ാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ അതിലുണ്ടാവും നിങ്ങളുടെ എല്ലാ ക്ലാസ്സിൻ്റെയും വീഡിയോസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.